കർത്താവായ ദൈവത്തെ പാടിസ്തുതിച്ച് ആരാധിക്കുന്ന, ദൈവത്തിൻ്റെ കൃപയാൽ പരിശുദ്ധാത്മാവിനെ നമ്മെ വീണ്ടും വീണ്ടും നവീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന സ്വർഗീയ സംഗീതം എന്ന ഈ അനുഗ്രഹീത ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരു മനസ്സോടെ സന്തോഷത്തോടെ നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം, പാടി ആരാധിക്കാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് വീണ്ടും വീണ്ടും ദൈവകൃപകൾ സ്വീകരിക്കാം. സങ്കീർത്തന പുസ്തകം 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവിൻ്റെ വലിയൊരു പ്രാർത്ഥന നാം കാണുന്നുണ്ട്. ഈ സങ്കീർത്തനത്തിൻ്റെ ഒരു പശ്ചാത്തലം നമുക്ക് ഓർമ്മയുള്ളതാണല്ലോ, മനസ്സിലേക്ക് കൊണ്ടുവരാം. ഇത് ദാവീദ് രാജാവ് ദൈവഹിതത്തിന് എതിരായിട്ട് പാപം ചെയ്തു പോയി. നമുക്കറിയാം, ദാവീദിനെ പ്രത്യേകമായിട്ട് ദൈവം പേരെടുത്ത് വിളിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇനി അവൻ തെരഞ്ഞെടുക്കപ്പെടുകയും അവനിലേക്ക് കർത്താവ് വലിയ അഭിഷേകം ചൊരിയുകയും ചെയ്തു. എന്നാൽ ഈ കർത്താവിനെ തെരഞ്ഞെടുക്കപ്പെട്ടവൻ, കർത്താവിന്റെ അഭിഷിക്തൻ തന്നെ വീണുപോയി. അതാണ് ദൈവത്തിന്റെ വചനം നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരും വിളിക്കപ്പെട്ടവരും ദൈവത്തിന്റെ പ്രിയ മക്കളുമാണ്. പക്ഷെ നമുക്കറിയാലോ, ചിലപ്പോഴൊക്കെ നമ്മൾ വീണ് പോയിട്ടുണ്ട്, പോകാറുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് പ്രത്യാശ നൽകുന്ന ഒരു സംഭവം, ഈ വീണുപോയ ദാവീദിനെ തന്നെ കർത്താവ് തൻ്റെ പുത്രൻ ലോകത്തിലേക്ക് വരുമ്പോൾ അവന്റെ അപ്പനെന്ന് വിളിക്കപ്പെടാൻ തക്കവണ്ണം തെരഞ്ഞെടുത്തു. നമുക്കറിയാം, ഈശോ ദാവീദിന്റെ പുത്രൻ എന്നാണ് വിളിക്കപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ വീണവനോട് കരുണ കാണിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം കാണുക. കരമുയർത്തി സ്വരമുയർത്തി സ്തുതിച്ചേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നമ്മുടെ കർത്താവ് കരുണയുള്ള കർത്താവാണ്. ഇനി വീണുപോയൊരു പലരുണ്ട്. എന്തുകൊണ്ടാ ഈ വീണ ദാവീദിന്റെ മേൽ കർത്താവ് ഇത്രയും കരുണ കാണിച്ചത്? വീണെടുത്ത് കിടന്നവനല്ല അവൻ. കർത്താവ് കരുണയുള്ളവനാണ്. എന്നാൽ കർത്താവിന്റെ കരുണ സ്വീകരിക്കാൻ വേണ്ടി വീണെടുത്ത് നിന്ന് ദാവീദ് എഴുന്നേറ്റു, അല്ലെങ്കിൽ എഴുന്നേൽക്കാൻ പരിശ്രമിച്ചു. നമ്മുടെ പരിശ്രമങ്ങളെയൊക്കെ വിജയിപ്പിക്കുന്ന ദൈവമാണല്ലോ. പക്ഷെ പരിശ്രമിക്കാൻ മനസ്സുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളെ അപേക്ഷിച്ചാണ് ഇരിക്കുക. എങ്ങനെ ദാവീദ് വീണെടുത്ത് എഴുന്നേറ്റു? നാം കാണുന്നു, 51-ാം സങ്കീർത്തനം ദാവീദിന്റെ പ്രാർത്ഥനയാണ്. എന്താ അവൻ പ്രാർത്ഥിക്കുക? അവൻ പ്രാർത്ഥിക്കാണ്, കർത്താവേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ പാപത്തിൽ വീണുപോയി, ഞാൻ അപരാധിയാണ്. എന്നാൽ എന്നെ ഈ അപരാധത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന് വിശുദ്ധീകരിക്കണേ, എന്നെ പൗത്രീകരിക്കണേ. അങ്ങനെ എനിക്ക് നഷ്ടപ്പെട്ടു പോയ പരിശുദ്ധാത്മാവിനെ വീണ്ടും എനിക്ക് നൽകണേ. അങ്ങനെ നിന്റെ ഇഷ്ടപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ടവനായിട്ട് ഞാൻ നിലനിൽക്കട്ടെ. ഇതാണ് 51-ാം സങ്കീർത്തനം. അവന്റെ കണ്ണുനീരോടെയുള്ള ഈ പ്രാർത്ഥന ദൈവം കേട്ടു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അപ്പോ നമ്മൾ വീണോ ഇല്ലയോ എന്നതിനേക്കാൾ ഉപരിയായി വീണെടുത്ത് നിന്ന് എഴുന്നേൽക്കാൻ തയ്യാറാകുന്നോ, വിശുദ്ധീകരണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നോ, അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നോ എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടത്. 51-ാം സങ്കീർത്തനം അതിന്റെ 1-ാം വാക്യം കർത്താവിന്റെ കരുണയെ ദാവീദ് ഓർമ്മിപ്പിക്കുക. അവന്റെ പ്രാർത്ഥനയാണിത്. അവൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, അങ്ങയുടെ കാരുണ്യാതിരേകത്തിനൊത്ത് എന്നോട് ദയ തോന്നണേ. ദാവീദ് പറയാ, എനിക്ക് ദയയ്ക്ക് അർഹതയൊന്നുമില്ല, ഞാൻ യോഗ്യനൊന്നുമല്ല, ഞാൻ വിളിക്കപ്പെട്ടവനാ, തെരഞ്ഞെടുക്കപ്പെട്ടവനാ. പക്ഷെ ദൈവം തന്ന സകല കൃപയും അനുഗ്രഹവും കളഞ്ഞു കുളിച്ച് ഞാൻ പാപത്തിൽ വീണുപോയി. പക്ഷേ അങ്ങയുടെ കാരുണ്യത്തെ ഓർത്ത്, അങ്ങയുടെ കൃപയെ ഓർത്ത് എന്നോട് ദയ തോന്നണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദാവീദിനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. നമ്മളെയും കർത്താവ് ഒത്തിരി അനുഗ്രഹിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ ഈ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയേണ്ട, ദൈവമഹത്വത്തിലേക്ക് വളരേണ്ട നമ്മൾ പലപ്പോഴും ആ കർത്താവിനെതിരായിട്ട് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മുടെ ചിന്ത കൊണ്ടൊക്കെ പാപം ചെയ്തു പോയിട്ടുണ്ടല്ലോ. ഇനി ദാവീദിനോട് ചേർന്ന് നമുക്കും പറയാം, കർത്താവേ, അങ്ങയുടെ കാരുണ്യാതിരേകത്തിനൊത്ത്
എന്നെ, എൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ കരുണ തോന്നണേ. വീണ്ടും ദാവീദ് പറയുവാണ്, അങ്ങയുടെ കാരുണ്യാതിരേകത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണേ. പ്രാർത്ഥിക്കുക, എൻ്റെ അതിക്രമങ്ങൾ അങ്ങ് മായ്ച്ചു കളയണം. അങ്ങേക്ക് മായ്ച്ചു കളയാൻ കഴിയും. പിന്നെ രണ്ടാമത്തെ വാക്യം, എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണേ, എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണേ. ദാവീദിന്റെ പ്രാർത്ഥനയത് എൻ്റെ അകൃത്യങ്ങൾ മായ്ച്ചു കളയണം, എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണേ. വീണ്ടും മൂന്നാമത്തെ വാക്യം, എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. അങ്ങേക്കെതിരായി, അങ്ങേക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ മുമ്പിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു. അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ്, അങ്ങയുടെ വിധിവാചം കുറ്റമറ്റതാണ്. എന്നാൽ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, ഏഴാമത്തെ വാക്യം, ഹീസോപ്പ് കൊണ്ട് എന്നെ പൗത്രീകരിക്കണേ, ഞാൻ നിർമ്മലനാകും. എന്നെ കഴുകണേ, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. പ്രിയപ്പെട്ടവരെ, ഈ ഗാനത്തോട് ചേർന്ന് നമ്മുടെ ജീവിതത്തിലും വീണുപോയ മേഖലകളെ, പാപത്തിന്റെ മേഖലകളെ, അശുദ്ധിയുടെ മേഖലകളെ അത് മനസ്സിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈശോയെ എന്നെ കഴുകണേ, ഈശോയെ എന്നെ കഴുകി വിശുദ്ധീകരിക്കണേ, ഈശോയെ അങ്ങന്റെ ഹൃദയത്തിൽ വന്ന് വസിക്കത്തക്കവണ്ണം എന്നെ പൗത്രീകരിക്കണേ, പരിശുദ്ധാത്മാവ് എന്നെ നിറയത്തക്കവണ്ണം, ആത്മാവിന്റെ വരങ്ങളാ ഞാൻ വളരത്തക്കവണ്ണം എന്നെ കഴുകി വിശുദ്ധീകരിക്കണേ. ഗാനത്തിന്റെ വരികോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു, വിശുദ്ധീകരിച്ചിരണേ. ഇരു കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ചേ, മനസ്സുകൊണ്ട് ആഗ്രഹിച്ചേ, ഈശോട് പ്രാർത്ഥിച്ചേ, ഈശോയെ എന്നെ പാപത്തിൽ നിന്ന്, എൻ്റെ അശുദ്ധിയിൽ നിന്ന് നീ വിശുദ്ധീകരിക്കണം. എൻ്റെ പഴക്കദോഷങ്ങളിൽ നിന്ന് ഈശോയെ നീ എന്നെ വിശുദ്ധീകരിക്കണം. ആഗ്രഹത്തോടെ, ദാഹത്തോടെ ചെന്ന് പാടി പ്രാർത്ഥിക്കണം. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ, എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. ഈശോയെ എന്നെ കഴുകി വിശുദ്ധീകരിക്കണേ, വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ, എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. പാടി പ്രാർത്ഥിച്ചേ, എന്റെ കർത്താവേ, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം അതിന് 25-ാം വാക്യം വചനപ്രകാരം പറയുന്നു, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും. നോക്കിക്കേ, ഇത് ദൈവത്തിന്റെ വാഗ്ദാനമാ, ദൈവത്തിന്റെ വാക്കാ. എന്താ ദൈവം പറയുക? ദൈവം പറയാണ്, ഞാൻ ശുദ്ധജലം തളിക്കും. ദൈവത്തിന്റെ പ്രവൃത്തി, വിശുദ്ധീകരിക്കുന്ന പ്രവൃത്തി. അങ്ങനെ ദൈവം ശുദ്ധജലം തളിക്കുമ്പോൾ എന്ത് സംഭവിക്കും? വീണ്ടും വചനം പറയാം, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്ന് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും, സകല വിഗ്രഹങ്ങളിൽ നിങ്ങൾ ഞാൻ നിർമ്മലരാക്കും. നോക്കിക്കേ, ദൈവം തന്റെ ശുദ്ധജലം നമ്മുടെ മേൽ തളിക്കുമ്പോ നമ്മുടെ എല്ലാ മാലിന്യങ്ങളും മാറിപ്പോകും. ഇത് കർത്താവിന്റെ വാക്കാണ്, ദൈവത്തിന്റെ വാഗ്ദാനമാണ്. അങ്ങനെയെങ്കിൽ അന്ന് ആഗ്രഹിച്ച് ഇരു കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച്
കണ്ണടച്ച് ഈശോയുടെ മുഖം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാമോ? ഇത് ചേർന്നൊന്ന് പ്രാർത്ഥിച്ചേ, ഏറ്റവും പ്രാർത്ഥിച്ചേ. ഈശോയെ, ഈശോയെ, പ്രവാചകനിലൂടെ ദൈവം വാഗ്ദാനം ചെയ്ത ഈ വിശുദ്ധീകരണം ഞങ്ങളിലേക്ക് നൽകണമേ. ഞങ്ങളിലുള്ള എല്ലാ മാലിന്യങ്ങളും ദൈവം തളിക്കുന്ന ശുദ്ധജലത്താൽ മാറിപ്പോകട്ടെ. സകല വിഗ്രഹങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് വിടുതൽ ലഭിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ ദൈവവചനം, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധരം തളിക്കുന്നുള്ള ദൈവവചനം, അത് യേശു ക്രിസ്തുവിന്റെ തിരുമുറിവുകളിലൂടെയാണ് ഈ ലോകത്തിൽ, ഈ പ്രപഞ്ചത്തിൽ പൂർത്തീകരിക്കപ്പെട്ടത്. ഈശോ തന്റെ കുരിശിൽ ചിന്തിയ, നമ്മെ രക്ഷിക്കാൻ, നമ്മുടെ പാപം നിന്ന് വിമോചിപ്പിക്കാൻ വേണ്ടി ചിന്തിയ തിരുരക്തത്തെ കുറിച്ചുള്ള നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ള പ്രവചനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അങ്ങനെയെങ്കിൽ ഇരു കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ചോ, ഗാനത്തിന്റെ വരികോട് ചേർന്ന് നമ്മൾ പാടി പ്രാർത്ഥിക്കുമ്പോൾ ആഗ്രഹിക്കാം, ഈശോയെ നിന്റെ തിരുരക്തത്താൽ എന്നെ കഴുകണം, എൻ്റെ ചിന്തകളെ കഴുകണം, എൻ്റെ മനസ്സിനെ കഴുകണം, എൻ്റെ വികാരങ്ങളെ കഴുകണം. അങ്ങനെ എൻ്റെ ഉള്ളിലുള്ള എല്ലാ ആസക്തികളിൽ നിന്നും, പാപ സ്വാധീനങ്ങളിൽ നിന്നും, കഴിഞ്ഞ കാലത്ത് പാപമുണ്ടാക്കിയ പാപ ചായ്വുകളിൽ നിന്നും എന്നെ ഈശോയെ നീ വിശുദ്ധീകരിക്കണേ. ഗാനത്തോട് ചേർന്ന് പാടി. ആസക്തികളാൽ കലുഷിതമാം എൻ പഴയ മനുഷ്യനെ ദൂരെ ആഗ്രഹത്തോട് പ്രതിജ്ഞയോടെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയൊരു മനുഷ്യനായി ജനിപ്പിച്ചു. പാടിക്കേ. ഒരു പ്രതിജ്ഞയോടെ ഞാൻ പുതിയ മനുഷ്യനായി തീരും. ചേർന്ന് പാടിക്കേ. കലുഷിതമാം എൻ പഴയ മനുഷ്യനെ ദൂരെയേറി ദൈവത്തിൻ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയൊരു മനുഷ്യനായി ജനിപ്പിച്ചു. പ്രാർത്ഥിച്ചേ, പുതിയൊരു മനുഷ്യനാകാൻ ആഗ്രഹിച്ച് വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, ഈശോയെ എൻ്റെ കർത്താവേ, എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ച് ആവർത്തിച്ച് പാടിക്കേ, പ്രാർത്ഥിച്ചേ. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. ആവർത്തിച്ച് യേശുവേ യേശുവേ എന്ന് വിളിച്ചേ. നാം ഏറ്റുപറയുന്ന യേശു നാമം നമുക്ക് വിശുദ്ധീകരണമായിട്ട് മാറട്ടെ, വിടുതലായിട്ട് മാറട്ടെ. ആവർത്തിച്ച് എല്ലാവരും ഈശോയെ വിളിച്ചേ, യേശുവേ എന്ന് വിളിച്ചേ. ആവർത്തിച്ച് യേശുവേ യേശുവേ എന്ന് വിളിച്ചേ. സ്വരമുയർത്തി യേശുവേ എന്ന് വിളിച്ചേ. എല്ലാ നാവുകളും കർത്താവിൻ നാമത്തെ വിളിച്ചപേക്ഷിക്കട്ടെ. യേശു നാമത്തിൽ നമുക്കെല്ലാം അന്ധകാര സ്വാധീനം വിടുതൽ ലഭിക്കട്ടെ. നമ്മുടെ നാവിലുള്ള അശുദ്ധി, നമ്മുടെ അധരങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള അശുദ്ധി,
നമ്മുടെ ചിന്തകളില്, വികാരങ്ങളില്, നമ്മുടെ മനസ്സിന്റെ ഏതെങ്കിലുമൊക്കെ ഇതിൽ പിശാചിന്റെ പാപത്തിന്റെ സ്വാധീനം കൊണ്ടെങ്കിൽ അവയെല്ലാം യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. യേശുനാമത്തിൽ അന്ധകാര സ്വാധീനം വിടുതൽ, യേശുനാമത്തിൽ പാപ പൈശാച ബന്ധത്തിൽ വിടുതൽ, യേശുനാമത്തിൽ തലക്കദോഷങ്ങളിൽ നിന്ന് വിടുതൽ നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ. വിളിക്കട്ടെ, വിളിക്കട്ടെ, ഈശോയെ വിളിക്കട്ടെ, ഈശോയെ വിളിക്കട്ടെ, കർത്താവിനെ സ്തുതിക്കട്ടെ, ശക്തിയായിട്ട് സ്തുതിക്കട്ടെ. എല്ലാ നാവുകളും ദൈവത്തെ സ്തുതിക്കട്ടെ. ഈശോയെ, ഈശോയെ, ഈശോയെ നന്ദി പറയുന്നു. ഞങ്ങളെ വിശുദ്ധിക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ വിശുദ്ധിക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ പരിശുദ്ധാത്മാവിന് നന്ദി പറയുന്നു. ഈശോയെ, 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 യേശുവേ, 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 യേശുവേ. ദൈവത്തിന്റെ വചനം എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആ വിശുദ്ധീകരണത്തിന്റെ പ്രവചനത്തോട് ചേർത്ത് നമ്മോട് പറയുവാണ് 1 യോഹന്നാൻ 1:7. അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുക, യേശു ക്രിസ്തുവിന്റെ രക്തം, യേശു നമുക്ക് വേണ്ടി ചിന്തി തിരുരക്തം, അതാണ് വിശുദ്ധീകരണം. അപ്പൊ അത് നമ്മെ എല്ലാ പാപങ്ങളിൽ നിന്നും വിശുദ്ധീകരിച്ചിരിക്കുന്നു, വിശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കൂട്ടിച്ചേർത്തൊരു കണ്ടീഷൻ കൂടി പറയുന്നുണ്ട്, നാം അനുതപിച്ച് പാപത്തെ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കണം. അങ്ങനെ കുമ്പസാരിക്കാൻ നാം തയ്യാറാണെങ്കിൽ നമ്മെ എല്ലാ അശുദ്ധിയിൽ നിന്നും, അശുദ്ധിയുടെ ബന്ധനങ്ങളിൽ നിന്നും, പാപം മൂലം ഉണ്ടാക്കിയ സകല ദോഷങ്ങളിൽ നിന്നും യേശു ക്രിസ്തുവിന്റെ തിരുരക്തം നമ്മെ വിശുദ്ധീകരിക്കും. അങ്ങനെയെങ്കിൽ ഈ ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ലോകത്തിന്റെ മോഹത്തിൽ നിന്നും എനിക്ക് വിടുതൽ നൽകണേ. എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്ന് എനിക്ക് വിടുതൽ നൽകണേ. പാപ ചായ്വൽ നിന്ന് എനിക്ക് വിടുതൽ നൽകണേ. ഈശോയെ, കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ പെട്ടുപോയ ചില ബന്ധനങ്ങൾ അതിപ്പോഴും എൻ്റെ ജീവിതത്തിൽ അസ്വസ്ഥയായിട്ട് വരുന്നെങ്കിൽ അതിൽ നിന്നെല്ലാം ഈശോയെ നിന്റെ തിരുരക്തത്തിന് അനന്ത യോഗ്യതാൽ എനിക്ക് വിടുതൽ, വിമോചനം, വിശുദ്ധിയും നൽകണം. ഇരുകരങ്ങളിൽ നെഞ്ചോട് ചേർത്ത് വെച്ച് ഗാനത്തിന്റെ വരികോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൻ മോഹത്തിൽ നിന്നും വിടുതലെനിക്കു നൽകണമേ. പാടി ജീവിക്കും ബലിയാക്കണമേ. അങ്ങേക്ക് പ്രീതിയുള്ളവനാക്കണമേ. പാടി പ്രാർത്ഥിച്ചേ. ജീവിക്കും ബലിയാക്കണമേ. അങ്ങേക്ക് പ്രീതിയുള്ളവനാകണമേ. ഈ ലോകത്തിൻ മോഹത്തിൽ നിന്നും വിടുതലെനിക്കു നൽകണമേ. ജീവിക്കും ബലിയാക്കണമേ. അങ്ങേക്ക് ഗ്രഹത്തോടെ പാടി പ്രാർത്ഥിച്ചേ. ക്രിസ്തുവിൻ സ്നേഹത്തിൻ നീളവും വീതിയും ചെന്ന് പാടിക്കേ. ക്രിസ്തുവിൻ സ്നേഹത്തിൻ നീളവും വീതിയും ആഴവും ഉയരവും അറിയുവാനായി ദൈവത്തിൻ സമ്പൂർണതയിൽ സ്നേഹത്താൽ എന്നെ വിശുദ്ധീകരിച്ച് സ്നേഹത്താൽ നടക്കണേ. ോടെ പാടിക്കേ. ദൈവസ്നേഹം നിറയണം. ക്രിസ്തുവിൻ സ്നേഹത്തിൻ
ക്രിസ്തുവിൻ സ്നേഹത്തിൻ നീളവും വീതിയും ആഴവും ഉയരവും അറിയുവാൻ ദൈവത്തിൻ സമ്പൂർണതയിൽ സ്നേഹത്താൽ എന്നെ രൂപാന്തരീകരിച്ചിടണമേ. സ്നേഹം കൊണ്ട് തന്നെ നിറക്കണം, അനുഭവിക്കാൻ എനിക്ക് സാധിക്കണം. സ്നേഹത്തിൻ നീളവും വീതിയും ആഴവും ഉയരവും അറിയുവാൻ ദൈവത്തിൻ സമ്പൂർണതയിൽ സ്നേഹത്താൽ എന്നെ വിശുദ്ധീകരിച്ചിടണേ. ആഗ്രഹത്തോടെ പാടിക്കേ. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, എല്ലാ നാവുകളും പാടി പ്രാർത്ഥിക്കട്ടെ. എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി ആവർത്തിച്ച് ദാഹത്തോടെ പാടി. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ എന്റെ കർത്താവേ, എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പരിശുദ്ധാത്മാവെന്നറിയാൻ, ഈശോയെ അനുഭവിക്കാൻ, ദൈവകൃപയാന്നറിയാൻ ഈശോയെ എന്നെ കഴുകണേ, വിശുദ്ധീകരിക്കണേ. ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ ഈശോയെ എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി ആഗ്രഹത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഈശോയെ വിളിച്ചേ, യേശുനാമത്തിൽ പ്രാർത്ഥിച്ചേ. യേശുനാമത്തിൽ സ്വർഗ്ഗം അയക്കുന്ന ആ വിശുദ്ധീകരണം നമ്മളിലേക്ക് കടന്നു വരട്ടെ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ നമ്മളിലുള്ള എല്ലാ പാപത്തിന്റെ ബന്ധനങ്ങളും അഴിയട്ടെ. പരിശുദ്ധാത്മാവ് നിറയട്ടെ. സ്വർഗത്തിന്റെ സന്തോഷം നമ്മിൽ നിറയട്ടെ. ഈശോയെ വിളിച്ചേ, യേശുവേ എന്ന് വിളിച്ചേ. ഈ കൂട്ടായ്മയോട് ചേർന്ന് എവിടെയായിരിക്കുന്ന വ്യക്തിയാണെങ്കിലും ഈശോയെ വിളിച്ചേ, യേശുവിനെ വിളിച്ചേ, എന്നെ കഴുകണേ എന്ന് പറഞ്ഞ് തിരുത്തിന്റെ അഭിഷേകം ചോദിച്ച്. ദൈവത്തിന്റെ മക്കളാണ് നമ്മളെങ്കിൽ നമ്മുടെ അവകാശമാണ് യേശുവിന്റെ തിരുത്തിന്റെ അഭിഷേകം. ചോദിക്കട്ടെ, സ്വീകരിക്കട്ടെ. ആത്മാവിന്റെ അഭിഷേകം, തിരുത്തത്തിന്റെ അഭിഷേകം, വിശുദ്ധീകരിക്കുന്ന യേശുവിന്റെ തിരുത്തം നമ്മുടെ ഓരോരുത്തരുടെയും പതിയപ്പെട്ടെ. നമ്മുടെ ബുദ്ധിയെ യേശുവിന്റെ തിരുത്തം കഴുകട്ടെ, വിശുദ്ധീകരിക്കട്ടെ. അശുദ്ധമായതെല്ലാം നമ്മുടെ ബുദ്ധിയിൽ നിന്ന് മാറട്ടെ. ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കേണ്ട ഏതെങ്കിലും വ്യക്തികളുടെ മനസ്സിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകള്, ഓർത്തോർത്തുള്ള ദുഃഖങ്ങള് ഈശോ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിപ്പോകട്ടെ. വെറുപ്പുദ്ദേശത്തിലേക്ക് നയിക്കപ്പെടുന്ന ഏതെങ്കിലും ആന്തരിക മുറിവുകളുണ്ടെങ്കിൽ ഈശോയെ ഇതിന്റെ തിരുന്ന അനന്ത യോഗ്യതയിലും സൗഖ്യം ഉണ്ടാകട്ടെ. അവയെല്ലാം മാറിപ്പോകട്ടെ. ഈശോയെ ചെറുപ്പകാലഘട്ടം ദുരുപയോഗിക്കപ്പെട്ടതിന്റെ ഓർമ്മകള്, ഈശോയെ ചില നിഷേധിക്കപ്പെട്ട സ്നേഹത്തിന്റെ ഓർമ്മകള്, മുറിവേറ്റ രീതിയിലുള്ള അനുഭവങ്ങള് ഈശോയെ ഇന്നൊരു വൈകല്യമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ, ഇത് പാപത്തിന് കാരണമാകുന്നെങ്കിൽ, തടക്കദോഷം കാരണമാകുന്നെങ്കിൽ ഈശോയെ ഇതിന്റെ തിരുത്താ കഴുകണേ, വിശുദ്ധീകരിക്കണേ. സൗഖ്യം ഉണ്ടാകട്ടെ. ഈശോ അവിടുത്തെ തിരുമുറിന്ന് ഒഴുകിയ തിരുത്തം എല്ലാ മനുഷ്യർക്കും സൗഖ്യമായിട്ട് മാറട്ടെ. ഈശോയെ രക്ഷിക്കുന്ന ദൈവമേ, വിശുദ്ധീകരിക്കുന്ന ദൈവമേ, അവിടുത്തെ മഹത്വം ഈശോയെ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും മേലും പ്രകടമാക്കപ്പെട്ടു. ഈശോയെ ഇരു കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് ആഗ്രഹത്തോടൊന്നോട് ചേർന്ന് പാടിക്കേ. വിശുദ്ധീകരിക്കണേ, വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. ഈശോ നമ്മെ എല്ലാവരെയും കഴുകി വിശുദ്ധീകരിക്കട്ടെ. ദൈവത്തിന്റെ കൃപയാൽ നാം നിറയട്ടെ.